മഴക്കാലമായാൽ മാമ്പഴക്കാലമാണ്, ചക്കയുടെ കാലമാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഈച്ച. ഈച്ച ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഇതാണ് ആ സാധനം, പുതിയ ഫ്ലൈ സ്റ്റിക്കിംഗ് ബോർഡ്. ഈ ഒരു ചെറിയൊരു പേപ്പർ ഇത് നമുക്ക് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഈച്ചയെ നമുക്ക് ഞൊടിയിടയിൽ നശിപ്പിക്കാൻ കഴിയും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിന് കേവലം 10 രൂപ മാത്രമേ ഉള്ളൂ. ഏത് ഷോപ്പിലും സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇതിൻ്റെ ഇവിടെ നമ്മുടെ ലോക്ക് പൊട്ടിച്ച് നിവർത്തി എടുത്തിട്ട് അത് ഈച്ചയുള്ള ഭാഗത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കകം ഈച്ച എത്തി അതിൽ ട്രാപ്പിൽ പെടുകയും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചത്തുപോവുകയും ചെയ്യും. നമുക്കതിൻ്റെ പ്രവർത്തനത്തിലേക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. പശയുള്ള ഭാഗത്ത് നമ്മൾ തൊടാൻ പാടില്ല. അങ്ങനെ നിവർത്തിയെടുത്തിട്ട് നേരെയുള്ളൊരു പേപ്പറായിട്ട്, ഇത് കുറച്ച് ചിലപ്പോൾ വലിയ പേപ്പറുള്ള സ്ഥലം ഉണ്ടാവും, അവിടെ ചിലപ്പോൾ 20 രൂപയായിരിക്കും വില. ഇതിന് കേവലം 10 രൂപയുള്ളൂ. ഞാൻ ടൗണിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈച്ചയുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുവച്ച് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് കാണാം. ഈച്ച വന്നെത്തി. ആദ്യത്തെ ആൾ വന്ന് വീണു. അവിടെ ഒരു നിലയ്ക്കും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് പ്രത്യേകത. അവിടെ ഒട്ടിപ്പോയി. 1 മിനിറ്റ് സമയമായില്ല കേട്ടോ. ഇപ്പോൾ ഇതാ 3, 6, 7 ഈച്ചകൾ 1 മിനിറ്റിന് മുമ്പായിട്ട് തന്നെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ സമയമായിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 50ഓളം ഈച്ചകൾ ഇതിൽ ട്രാപ്പിലായിട്ടുണ്ട്. ഈച്ചകൾ ട്രാപ്പിലാവാൻ മാത്രമല്ല ഒരു 5 മിനിറ്റിനകം അവ ചത്തുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഇതിൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈച്ച ഇതിൽ കുടുങ്ങിയാൽ പറ്റിപ്പോകുന്നുണ്ട്. ഒരുപാട് ഈച്ച ഇത്രയും സമയം കൊണ്ട് ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതാ ഇപ്പം നോക്കൂ, 100 കണക്കിന് ഈച്ചകളെ നമുക്ക് ട്രാപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ ഇത് കൊണ്ടുവച്ച് നോക്കി. അപ്പോഴും അതിൽ പറന്ന് വീഴുന്ന ഈച്ചകൾ അതിൽപ്പെട്ട് ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു.